ഹായ് എന്റെ ആമിക്കുട്ടി ഇന്ന് എന്തിടി ഞങ്ങളുടെ ചിക്കൻ കറി. വൈഫൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടോ. വൈഫ് എണീറ്റ് വന്ന് രാവിലെ തന്നെ ദോശയും അതേപോലെ ഒരു ചായയൊക്കെ വെക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കൊന്നും തന്നെ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ചായ വേണം, നല്ലൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ എനിക്ക് ഓഫറുള്ളൊരു ദിവസം കേട്ടോ. അതേപോലെ വൈഫിനാണെങ്കിൽ ഇപ്പം മെറ്റേണിറ്റി ലീവ് ആയതുകൊണ്ട് അവളും ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ല. പക്ഷേ കൊച്ചിന് ക്ലാസ് ഉണ്ട്. എന്നാണെങ്കിൽ തലേ ദിവസം ചോറെടുത്ത് ആദ്യം തന്നെ തിളപ്പിക്കാൻ വെക്കും. പിന്നെ അതിന് ശേഷം ചായ വെക്കും. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അതായത് ഫസ്റ്റ് എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അതിനുള്ള പരിപാടിയായിട്ട് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. എനിക്ക് ചായ കുടിക്കുമ്പോൾ എപ്പോഴും നല്ല കൊഴുപ്പിൽ നല്ല ഇതിൽ കുടിക്കുന്നൊരു ഇഷ്ടം. ഞങ്ങളിവിടെ ടെസ്കോന്ന് കിട്ടുന്ന പാലാണ് സാധാരണ വാങ്ങിക്കുക. അപ്പം ഞാൻ ചായ വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ പാലെടുക്കും. കൊച്ചിന് എന്തായാലും ഒരു ഗ്ലാസ് പാൽ വയ്ക്കും. അതേപോലെ തന്നെ എനിക്ക് 2 ഗ്ലാസ് ചായ വേണം. വൈഫ് ഇപ്പോൾ അങ്ങനെ ചായ കുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈഫിന് വേണ്ടി വയ്ക്കാം. വൈഫ് രാവിലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തോ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തുവാണ് ഇത്? ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓട്സ് സ്മൂത്തി ഒന്നും ഇട്ടേക്കാൻ തന്നിട്ട് ചിയാ സീഡോ? അതെങ്ങനെ നല്ല സൂപ്പറാ. ബദാമൊക്കെ ഇടുന്നുണ്ട് അതിനകത്ത്. ഓ, ആമിക്ക് ഇന്ന് രാവിലെ തന്നെ ഓട്സ് സ്മൂത്തി ആണല്ലേ? ഓട്സ് സ്മൂത്തിയും ബദാമോ? അത് അവൾക്ക് വൈകിട്ടത്തേക്കാണോ? എപ്പോഴെങ്കിലും കൊടുക്കാം. ആമിമോക്കുള്ള പാലെടുക്കുന്ന കേട്ടോ. അത് ഞങ്ങൾ എപ്പോഴും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും അവൾക്ക്. അവിടെ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ജലദോഷമൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവൾക്ക് മഞ്ഞപ്പൊടി ഇട്ടാണ്ട് പാല് കൊടുക്കാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ആമിമോളുടെ കുഞ്ഞിയ പാത്രം. അവൾ എണീറ്റ് വരുമ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ബദാമൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഹണി ഡ്യൂ. ഇപ്പോൾ ആമിമോക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ഹണി ഡ്യൂ, വാട്ടർ മെലൺ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിപ്പോൾ അവൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയല്ലേ? ഇത് കഴിച്ചോളൂ. ഇത് നീ കൊടുക്കുമ്പോൾ കഴിക്കുമല്ലേ? ഞാൻ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ള കൊച്ചു തിരിഞ്ഞു നോക്കാത്ത. ഞാൻ എന്നൊക്കെ സ്നാക്സ് കൊടുത്തിട്ടാലും അവളത് അങ്ങനെ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ആക്ച്വലി ഇവര് സ്നാക്സ് ബോക്സ് അവിടെ ചെല്ലുമ്പോൾ എടുത്ത് മാറ്റി വെക്കും. ചിലപ്പോൾ ഇവർ കളിച്ച് ചെയ്യുമ്പോൾ മറന്നു പോകും. ചിലപ്പോൾ ടീച്ചേഴ്സ് റിമൈൻഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്ന് സ്നാക്സ് കിട്ടുമല്ലോ, അപ്പോൾ അവരതങ്ങ് കഴിക്കും. അവിടെ നിന്ന് എന്തായാലും ഒരു ഫ്രൂട്ടോ മിൽക്കോ എന്തായാലും കൊടുക്കും അവർക്ക്. എന്തൊക്കെയാണെന്നാലും നീ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത് തിന്നോളൂല്ലോ. എടി എന്റെ പാല് തറച്ചു പോയിടി, എന്റെ ചായ പോയിടി. ഗ്യാസ് ഊതി കിടത്തണ്ട. ഇത് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനുള്ളതല്ലേ? അടിക്കണല്ലേ? ചായല് ചായപ്പൊടി ഇട്ടില്ലല്ലോ. നല്ല രാവിലെ തന്നെ നല്ല തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. ദോശയും തേങ്ങ ചട്നിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് സാമ്പാറും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ആമിമോക്കുള്ള കുട്ടി ദോശയും ബദാമും. ഇനിയിപ്പോൾ ഞാൻ ആമിമോളെ വിളിക്കാൻ പോവാണ്. അവൾക്ക് ഇനി സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അവളെ വിളിച്ചെണീപ്പിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ കൊച്ചുണ്ടാപ്പരി കുഞ്ഞിമോള് എനിക്ക് കിടക്കണ്ട. അവിടെ സൗണ്ട് കേട്ടപ്പോഴേക്ക് എണീറ്റിട്ടുണ്ട്. ആമി ചേച്ചി നീ ഉപ്പുളിപ്പോ സമയം ബാ എണീച്ച്. ആമി ചേച്ചി എനിക്ക് അയ്യോ സമയമായി. ആമി ബാ എണീക്ക് ലേറ്റ് ആയി. ബാ വന്നിട്ട് കിടന്ന് ഉറങ്ങാം. ബാ പൈജാമ ഡേ ആണ്. അന്ന് പൈജാമ ഡേ. എന്റെ പൊന്നെ സൂപ്പറാക്കണ്ട. ബാ എണീക്ക് എണീക്ക് ബാ. നല്ല വെച്ചല്ലേടി. ബാ
എനിക്ക് ചെരുപ്പ് എടുത്തുണ്ടോ അമ്മ? കണ്ണൊക്കെ കാണട്ടെ, മുടിയിട്ട് മൂടി വെച്ചേക്കുന്നു. വാ മോനെ എണീക്കടി, വാ. ബേബി വരെ എണീറ്റു. വാ. പൊന്നെ ഇത് പറ്റി. വാ എണീക്ക്. ആമി എടുക്കാനോ? ഇവിടെ എന്നെ ഇവിടെ എടുക്കാൻ പറ്റൂല. വാ എണീക്കപ്പാ. എന്റെ മാതാവേ, ഇപ്പായിട്ടുള്ള കുറച്ച് ദിവസത്തെ എന്റെ ആമി മോളുടെ ശീലമാണിത്. എടുത്താലേ എന്റെ കൊച്ച് എണീക്കുള്ളൂ. അല്ലേ ആമി? മുഞ്ചോ, അഞ്ചപ്പുഞ്ചോ, അഞ്ചപ്പുഞ്ചു നോക്കണേ. ഞാനോ ആയപ്പോഴേക്കും കൊച്ചിന്? ഞാൻ വന്നു കൊച്ചിന്. അവളെ അമ്മേനെയാണ് നോക്കി കിടക്കണേ. അമ്മേനെ നോക്കണം. അമ്മ ഉണ്ടോട്ടാ ചെയ്യണെന്ന്. അമ്മ വരാനട്ടാ ഷീറ്റൊന്ന് വിരിച്ചിട്ടത്. പറ്റിച്ചേ കണ്ടോ, ഞാൻ മൊബൈൽ എടുത്ത് അപ്പം തന്നെ എൻ്റെ കൊച്ചിനെ തോണ്ടി വിളിച്ചു തുടങ്ങും. എനിക്കും താപ്പോ ആപ്പേ, എനിക്കും താപ്പേ ഫോൺ എന്ന് പറഞ്ഞോണ്ട്. അല്ലേ അമ്മോ? കൈപൊക്കി കാണിച്ച്, കൈപൊക്കി കാണിച്ച്, കൈപൊക്കി കാണിക്കടി, കൈപൊക്കി കാണിക്കടി. കുഞ്ചിരി പുഞ്ചിരി 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 പുഞ്ചിരോ. അമ്മക്കുട്ടോ, അമ്മോ, നീ നിന്റെ കൈ കൊണ്ടുകൂടി വായിൽ വെക്കാനായിട്ട്. ടിഷോ ടിഷോ. ഞങ്ങളുടെ ആമിമോൾ ഇന്ന് പൈജാമയുടെ ആയിട്ടോ സ്കൂളിൽ. അതുകൊണ്ട് ആമിക്കുട്ടി ഇത് ഇപ്പൊ നല്ല പൈജാമയൊക്കെ ഇട്ട് ഒരു വലിയ ക്യാപ്പൊക്കെ വെച്ച് സ്കൂളിൽ പോകാൻ നിൽക്കാണ്. പുറത്ത് നല്ല തണുപ്പുള്ളതുകൊണ്ട് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കെട്ടിച്ചു വിടുന്നത്. അവൾക്ക് നല്ല ചുമയുണ്ട്. ബേബിക്കും ചുമ കൊടുത്തിട്ടുണ്ട് കൊച്ച്. അതുകൊണ്ട് മിടുക്കിയായിട്ട് സ്കൂളിൽ പോകാൻ പോവാണ്. ചെല്ലേ പോയി പ്രാർത്ഥിച്ചോ നീ. ഡേ ആമി ചേച്ചി സ്കൂളിൽ പോകണമെന്ന് നോക്കി ബേബി ഇരിക്കണ കണ്ടോ? ബേബി ഒരു ഉമ്മ കൊടുത്തു ചേച്ചിക്ക്. വേണ്ട കൊച്ചിന്, കൊച്ചിന് നിന്ന വേണ്ടേ? ആമിമോളെ വാ 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 പോ. ആമിയും അമ്മയും കൂടി അങ്ങനെ സ്കൂളിൽ പോവാണ്. ഗേറ്റ് ക്ലോസ് ആവും. ഒരു സാറാണെങ്കിൽ കറക്റ്റ് സമയത്തിന് അടിക്കും. പുള്ളി വാച്ച് നോക്കിയാ നിക്കണത്. നന്നായി. ബൈ ബൈ ആമി ചേച്ചി. സമയായി പോ. എടി മതിന്ന് പൊക്കോളാൻ. ഓടിക്കോടിക്കോ. എല്ലാവരും പോയി. എല്ലാവരും ഇങ്ങനത്തെ ക്യാപ്പൊക്കെയാണോ ചെയ്യുന്നത്? മഞ്ഞ ക്യാപ്പ്. അയ്യോ മറ്റേ ഷൂലേസ് ഞാൻ കിട്ടിയില്ല. കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ദൂരിക്കളയരുതട്ടാ. അമ്മയും ചേച്ചിയും കൂടി ഉപ്പുളി പോവാണ്. അവിടെ നോക്കിയതേ എൻ്റെ കൊച്ച് ഞാനും കൂടി അമ്മയ്ക്കും ബേബിക്കും ചേച്ചിക്കും ടാറ്റ കൊടുത്തു അല്ലേ? ടാറ്റാ ടാറ്റാ. അമ്മ വന്നപ്പോഴേക്കും എൻ്റെ കൊച്ചുണ്ടാപ്രി അമ്മയുടെ മേത്ത് കയറി ഇരിപ്പായി. കൊച്ചുണ്ടാപ്രിയേ, അമ്മ സ്മൂത്തി ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കാണ്. കൊച്ചുണ്ടാപ്രി, അമ്മക്കുട്ടാ, അമ്മേനെ കിട്ടിയപ്പോ സന്തോഷായോ? ഹാപ്പി ആയോ കൊച്ച്? അമ്മയും മോടിയും പോവാണ്. ഇതും കണ്ടനാവോ അമ്മ? അമ്മ 9:15 ആ വീട് നോക്കാൻ പോയല്ലേ? എന്തെടി എടി നീ കുടിക്കാറായില്ല? ദൈവമേ ഇതൊന്നും കാണിക്കണേ. കുടിക്കില്ല പെണ്ണ
കിട്ടിയാ? ഒരു വായ പോയിട്ട് മതി മതി. കുഞ്ഞിക്ക് ദൈവം തമ്പുരാനി, അതൊന്നും ഇല്ല വായല്. സമ്മതിക്കല്ലത്. ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു കുഞ്ഞൊരു വീട് നോക്കാൻ പോവാണ് കേട്ടോ, റെന്റിനെടുക്കാൻ. അപ്പൊ അതിനു വേണ്ടി പോവാൻ ഇറങ്ങാൻ പോവാ. കുഞ്ഞിക്കിളിനെ കിടത്തേക്കാണുണ്ടോ? കുഞ്ഞിക്കിളി കിടന്ന കരയാണ്. എന്നാലും കിടന്ന് കരയാനുണ്ടോ? സൂപ്പറായാലോ പെണ്ണ്, നല്ല ഭംഗിയായാലോ പെണ്ണിനെ കാണാൻ. ഗ്ലൗസ് വേണ്ടേന്നാ? കൊറേ ആയില്ലേ, ഇത് മതിയല്ലോ, തണുക്കൂല്ലോ അവക്ക്. ഇപ്പൊ ഞങ്ങള് വീടൊക്കെ കണ്ടുപോയി വന്നു. അപ്പൊ കൊച്ചു കിടന്ന് ഉറങ്ങാൻ ജസ്റ്റ് ചെറിയ കുക്കിങ്ങുള്ള വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ വൈഫ്. അപ്പൊ അവിടെ ഇരുന്ന് കുറച്ച് ഒരു ചിക്കന്റെ കഷ്ണം എടുത്ത് എന്തോ കാണിക്കാൻ പോകുന്നുണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടി ഇത് ചിക്കൻ വെച്ചൊരു കുഞ്ഞു കറി ഉണ്ടാക്കാൻ പോകണോള്. ഞാനാണെങ്കിൽ ഒരു അങ്കമാലി സ്റ്റൈല് മാങ്കറി വെക്കാൻ പോവാം. ഇപ്പം പാലൊക്കെ പിഴിയാനുള്ള ഒരു മടി കൊണ്ട് ഒരു കുഞ്ഞു ബോട്ടിൽ പാല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കോക്കനട്ട് മിൽക്ക്. ഇത് വെച്ച് ചെറിയൊരു മാങ്കറി ഉണ്ടാക്കാൻ പോവാം അങ്കമാലി സ്റ്റൈലില്. അമ്മേ മോളും കൂടി എന്താ പരിപാടി? അമ്മുക്കുട്ടിനെ കുളിപ്പിച്ചാറായോ? ബേബി അമ്മുക്കുട്ട. അമ്മോ അമ്മോ ഇങ്ങോട്ട് നോക്കി. അമ്മുക്കുട്ടി ചായ വേണം? ചായ പിന്നെ ചൂട് ചായയാണ്. എന്ത് കാണിച്ചാലും അപ്പൊ ചാടിക്കോട്ടെ പെണ്ണേ, എന്ത് കാണിച്ചാലും അപ്പൊ ചാടിക്കോണം, എന്ത് കാണിച്ചാലും അപ്പൊ ചാടിക്കോണം. അമ്മയുടെ മോളുടെ ഒരു സ്നേഹം ഉണ്ടാ നോക്ക്. ഒരു ബാക്കി ചിക്കൻ ചെയ്യപ്പോ ഇനിയുടെ ബാക്കി ചിക്കൻ ആകെ ഒരു ചിക്കൻ ഉണ്ടായിരുന്നതിന്റെ കുറവായതുകൊണ്ടാണ് ഒരു ചിക്കൻ ബ്രസ്റ്റും കൂടി ഇട്ട് സെറ്റ് ആക്കാൻ പോകണം. എടി ഇത് വെച്ചിട്ട് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി സൂപ്പറായിട്ട് ഉണ്ടാക്കണേ. ഞാൻ ഉണ്ടാക്കണോ? മതിയാണോ? എന്നാലും ഞാൻ വെറുതെ ഒരു ആവേശത്തിന് ചോദിച്ചതല്ല, ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതല്ല. അത് വേണോ? നീ ഉണ്ടാക്കിയ പോരെ? നീ അല്ലേ സ്പെഷ്യലിസ്റ്റ്, അങ്കമാലി മാങ്ങാക്കറി സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ഇതെന്തിനാ ഈ ചിക്കൻ? അത് ഇത്തിരി നൂഡിൽസ് ഉണ്ടാക്കാൻ. എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മള്? മാങ്ങാക്കറി, ചിക്കൻ കറി, കേക്ക്, നൂഡിൽസ്. കുറച്ച് ദിവസമായി പറഞ്ഞു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. വന്നപ്പോഴാണ് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ലേ, സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ അമ്മുക്കുട്ടി ഇവിടെ കമണ്ണ് കിടക്കാണല്ലോ. എന്റെ അമ്മുക്കുട്ടി കമണ്ണ് കിടക്കാണ്. ആണാ? എന്തോന്നൊക്കെ തപ്പിപ്പിടിക്കണേ? കിട്ടാത്താനും കൊച്ചിൻ ബസ്മായോ കിട്ടണല്ലേ? മോൻ നോക്കിയിട്ട് ഒന്നും എടുക്കാൻ പറ്റല്ലേ? ഫോണിലേക്ക് നോക്കി കിടക്കണ കാണ്ടായി. ഫോണിലേക്ക് നോക്കി കിടക്കല്ലേ? ഫോണിലേക്ക് നോക്കല്ലേ കാന്താരി? ഫോണിലേക്ക് നോക്കണടി കാന്താരി. ഞങ്ങളുടെ ചിക്കൻ കറി അടുപ്പത്ത് കയറി. സമയം 1 മണി ആവണു. ഒരു 1:30 ചോറിനാൻ പറ്റുമോ? വേഗം ആവട്ടെ. ചിക്കൻ കറിക്ക് ഒരു കളറ് പോരല്ലോ, ചുവന്ന കളറാക്കാറുന്നില്ലേ? മാമി സ്പൈസി ആണെന്ന് തൊട്ടോട് ഇത് പലക്കും തിന്നോളൂ. ഒട്ടും എരിവ് ഇട്ടിട്ടില്ല. ഇച്ചിരി എരിവ് വേണ്ടിട്ട് ചിക്കൻ കറിക്ക് കുരുമുളക് പൊടിച്ചിട്ടുണ്ട്. എന്നെ വിളിക്കണ്ട നിന്റെ കൊച്ച് ചില്ലി. നിങ്ങളുടെ വാക്കും കേട്ട് കളറില്ലാന്ന് പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് പോലും നോക്കണ്ട്. കുറച്ചുകൂടി പെപ്പർ അങ്ങ് ഇട്ട് പുകഞ്ഞിട്ടോ എന്റെ കൊച്ചിന് ഇത് കൊടുക്കുമ്പോഴേക്കും 1 ലിറ്റർ വെള്ളം ചോദിക്കും എന്നോട്. നീയല്ലേ പറഞ്ഞേ ഇതിന് മേലെ കാശ്മീരി ചില്ലി ഇട്ടി കുറച്ച് കളറാക്കിയാ പോലെ. എന്തിനാ നീ പെപ്പർ ഇട്ട് കളറാക്കാൻ നോക്കിയേ? കാശ്മീരി ചില്ലി ഓൾറെഡി അതിൽ തീർന്നിരിക്കും. ഇനി പാക്കറ്റ് പൊട്ടിച്ച് പകർത്തിയിടും. ബുദ്ധിമുട്ടോ ഫേസ് ഇനിയിപ്പൊ കൊച്ചു കഴിച്ചു തന്നെ.
കൊച്ചിനെ തിരിഞ്ഞു പോയി നോക്കത്തില്ല. മാങ്ങക്കറിക്കാണെങ്കിൽ എരിവ് പ്ലീസ്, ദൈവത്തെ ഓർത്ത്. ഞാൻ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങക്കറി ആട്ടോ, ഞങ്ങളുടെ അങ്കമാലി മാങ്ങക്കറി. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കങ്ങ് ഉള്ളിയും സവോളയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നല്ല തിരിഞ്ഞെടുക്കണല്ലേ. ശരിക്കും ഉടക്കാൻ അങ്ങോട്ട് ഉടക്കി ഓരോ പിഴിഞ്ഞെടുക്കാൻ ചാറ് പുറത്ത് വരണം. ഇതോട്ടെ ഞങ്ങളുടെ അങ്കമാലി മാങ്ങക്കറിയുടെ സ്പെഷ്യാലിറ്റി ആണത്. ഇപ്പോൾ നന്നായിട്ട് സവോള തിരിഞ്ഞ് ഉടച്ചിട്ട് വേണം അത് മാങ്ങക്കറി വെക്കാനായിട്ട്. ഇതൊക്കെ കൊണ്ട് എൻ്റെ മോള് അമ്മേനെ സഹായിക്കാൻ ചാടാൻ പോവാണ്. ചാടിക്കോ, ജമ്പ് ചെയ്തോ, ജമ്പ് ചെയ്തോ, ജമ്പ് ചെയ്തോ. ചെല്ലടി, അമ്മേനെ സഹായിക്കാൻ ചെല്ലടി. ഇപ്പൊ മാങ്ങക്കറിക്കുള്ള കൂട്ട് റെഡി ആയില്ലടി. പൊടികളൊക്കെ ഇട്ടില്ലേ? കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് അപ്പൊ മാങ്ങക്കറിക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ. മാങ്ങക്കറിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കത് അടുപ്പത്ത് വെച്ച് ചോറുണ്ണാനുള്ള പരിപാടികൾ നോക്കാം. തിളച്ച് കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ചോറിനാനുള്ള പരിപാടി നോക്കാം. എടുത്ത് വെച്ചോ. എൻ്റെ ഇൻസ്ട്രക്ഷൻ കൊണ്ട് എല്ലാം റെഡി ആയില്ലേ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? എന്നാ ശരിയാണ്. അമ്മുക്കുട്ടീനെ നോക്കാനുള്ളതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നു? അവള് ചിക്കനും ബീൻസ് തോരനൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നു. ഇനി അവള് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ. സൂപ്പറാണ് ചിക്കൻ കറി. ഞാൻ വെച്ചതല്ലേ? ഞാൻ അവസാനം ഉപ്പിട്ട്, അപ്പൊ ഞാൻ വെച്ചതല്ലേ? അങ്ങനെ മാങ്ങക്കറി റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. എനിക്ക് കുറച്ച് ചോറ് വിളമ്പി തരാമോ? ഞാൻ കുറച്ച് ചോറും നല്ല സൂപ്പർ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയും ചിക്കനും കൂട്ടി കഴിച്ചോട്ടെ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കണല്ലേ? വേഗം ആയിക്കോട്ടെ. എന്ന് എന്ത് പരിപാടി ഇനി അടുത്തത്? ചോറിന് വേണ്ടി കുറച്ചിലോട്ടും കിടന്ന് ഉറങ്ങാൻ പാടില്ലടി. ഇതിപ്പോ ഇതിനിപ്പോ കേക്ക് ഉണ്ടാക്കണേ ബർത്ത്ഡേയാ? ചോക്ലേറ്റ് കേക്കാ? അപ്പൊ ഇനി അടുത്ത് ചോക്ലേറ്റ് കേക്ക്. രാവിലെ മുതലേ പണിയാണല്ലോ. വെറുതെ ഇരുന്നോണ്ട് കുറച്ചു നേരം. കേക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി എൻ്റെ മോക്കാട്ടോ. മോളത് ഇങ്ങനെ നോക്കിയിരിക്കുവോ? എടുത്തോ, പിടിച്ചോ 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 കേക്ക് പിടിച്ചോ. അമ്മോട് ചോദിക്ക്, തരാൻ പറ. തരാൻ പറ, തരാൻ വേണ്ടി അങ്ങോട്ട് നോക്കടി. നിന്റെ കേക്ക് വേണ്ട? ഇനിയിപ്പോ കേക്ക് വേണ്ട? അങ്ങനെ ഞങ്ങളുടെ ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമുക്ക് കട്ട് ചെയ്യാം. അമ്മയും മോളും കൂടി ഇത് കട്ട് ചെയ്യുന്നില്ലേ? കേക്ക് കട്ട് ചെയ്യാൻ വരുന്നുണ്ടോ?
അമ്മ ഉണ്ടാക്കിയ കേക്ക് അമ്മയും മോളോട് തന്നെ കട്ടി. ആടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ലവ്ലി. പിന്നെ